എൻ്റെ അനിയനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറ്റാക്കായിട്ട് കൊണ്ടുവന്നത്. ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ നേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എക്മോ പറഞ്ഞതാണ്, അതേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞതാണ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ മിംസിക്ക് വിളിച്ചു നോക്കി, പല ഹോസ്പിറ്റലിലും വിളിച്ചു നോക്കി, നിങ്ങൾ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, എക്മോ അല്ലാത്ത ഒരു മാർഗ്ഗമില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇത്. ആര് സമരത്തിന് അടിയന്തര സർവീസ് അത് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം ഈ അത്യാഹിത വിഭാഗത്തിൽ ഇന്നലെ ഒരാൾ മരിച്ചു. ഞാനിവിടെ ഉള്ളതാണ്. ഞാൻ 5 ദിവസമായി ഇവിടെ നിന്നിട്ട്. വലിയ പ്രോബ്ലമാണിത്, ചെറുതൊന്നുമല്ല. എൻ്റെ അനിയനിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു മാർഗ്ഗമില്ല. എക്മോ കൊണ്ടുപോയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസോയിൽ വന്ന് നോക്കാം. ഇത് ആര് സമരത്തിന് ഇറങ്ങിയാലും സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആൾക്കാർക്കാണ് ഇത് വരുന്നത്. അതിനൊരു പരിഹാരം തന്നെ വേണം തീർച്ചയായിട്ടും. തീർച്ചയായും ഇത് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും. ഇവിടെ കാഷ്വാലിറ്റിയാണ് നമ്മൾ നിൽക്കുന്ന. കാഷ്വാലിറ്റി ഭാഗത്തേക്ക് നിരവധി വരുന്ന ആൾക്കാരെ മടക്കി വിടുന്ന ഒരു സാഹചര്യമാണ്. ഡോക്ടർമാർ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള സമരങ്ങളുണ്ടെങ്കിൽ പോലും അടിയന്തര അവസ്ഥ, അതായത് എമർജൻസി അല്ലെങ്കിൽ NICU അല്ലെങ്കിൽ MIC ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് സാധാരണഗതിയിൽ ഡോക്ടർമാർ പോലും പല നമുക്കറിയാം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ സമരത്തിലായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങളൊന്നും പൂർണ്ണമായി നിർത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം പോകുന്നുണ്ട്. സമരത്തെ നമ്മൾ തള്ളി പറയുന്നില്ല. സമരം വേദന പറഞ്ഞുള്ള സമരം അത് നടക്കണം. പക്ഷേ അതിൻ്റെ രീതി എങ്ങനെ ആയിരിക്കണം, അത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഒരു ഇതിലേക്ക് പോകരുത്. അതിനുള്ളൊരു പുനഃപരിശോധന വേണം. അതിനാവശ്യമായ ഇടപെടലുകൾ സർക്കാർ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ വേണം എന്നുകൂടിയാണ് നമുക്ക് പറയാനുള്ളത്. നിഖിൽ കൃഷ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.